ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. 15/9/15, അതായത് 2015 ഞാൻ എഴുതി വെച്ചതാണ്. 2015 15-ാം തീയതി 9-ാമത്തെ മാസം ചൊവ്വാഴ്ചയാണെന്ന് 9:30 PM രാത്രിയിൽ എഴുതിയതാണ്. എന്തായാലും വായിക്കാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ബുക്കുകളൊക്കെ പഴയ ഗ്രാമറിൻ്റെയും പഠിച്ചതിൻ്റെയൊക്കെ ബുക്കൊക്കെ തപ്പിയപ്പം കിട്ടിയതാണ് ഈ ബുക്ക്. അപ്പം ഞാനിങ്ങനെ പേജൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കിയത്, അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കിടക്കുന്നു. വായിച്ചപ്പോൾ എനിക്ക് തന്നെ രസം തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത്. ജീവിതം എന്തെന്നുള്ള ചോദ്യത്തിന് പലർക്കും പല ഉത്തരമാണ് തരാൻ കഴിയുക എന്നാണ് ഒരു സെൻറ്റൻസ് നിർത്തിയേക്കുന്നത്. അതിൻ്റെ കൂടെ പറഞ്ഞത് കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. പലരുടെയും ജീവിതം കണ്ടും കേട്ടും അറിഞ്ഞാണ് ഞാൻ അങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെ അല്ല, എല്ലാവരും ചേർന്ന് ഇറക്കി വിട്ടു. പക്ഷേ ആ നിമിഷങ്ങളിലെല്ലാം ഉള്ളിൽ പറയുന്നുണ്ട്, ഇത് വേണ്ടിയിരുന്നില്ല. കേൾക്കാൻ ആളുണ്ടെങ്കിലേ അത്തരം വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടാകും എന്ന് എനിക്ക് അങ്ങനെ ബോധ്യമായി. ഏതൊരാളും നിരവധി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിതം സുഖമുള്ള ഒരനുഭവമാക്കി മാറ്റാനാണ് തയ്യാറാവുക. ഇതിനെ അനുകൂലവും പ്രതികൂലവുമാക്കി മാറ്റുന്നത് ചുറ്റുപാടുകളാണ്. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും ജീവിതത്തിലേക്ക് കടക്കുന്ന നിമിഷം തന്നെ ഇല്ലാതാക്കി അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ടു. അങ്ങനെ ആരുടെയൊക്കെയോ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കാൻ വിധിക്കപ്പെട്ടു. എങ്കിലും പലപ്പോഴും അനുഭവങ്ങൾ തളർത്തിക്കളഞ്ഞു. അങ്ങനെ മറ്റൊരു സ്വഭാവത്തിന് പാത്രമായി മാറി. അത് പലപ്പോഴും ഉറക്കത്തെ കെടുത്തി, കണ്ണിൽ കൺതടങ്ങളിൽ നനവ് നൽകി. എപ്പോഴൊക്കെയോ അത് ഭ്രാന്തമായ അവസ്ഥ മനസ്സിൽ ഉണ്ടാക്കിത്തന്നു. ചിലപ്പോൾ തോന്നും ഈ ഉന്മാദാവസ്ഥ നന്നെന്ന്. ചിലപ്പോൾ സ്വപ്നങ്ങൾ മനസ്സിനെ വേട്ടയാടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കി. എന്നാൽ പലരും പല ഉപദേശങ്ങൾ നൽകി. എന്നാൽ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായി, ഉപദേശകർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഇവർ ഈ അവസ്ഥ തരണം ചെയ്തവരാണോ, അല്ലെങ്കിൽ ആ അവസ്ഥ കണ്ടും കേട്ടും ബോധ്യം വന്നവരാണോ? കാരാഗൃഹത്തിലെ നൂൽ വെളിച്ചം കണ്ട് പ്രതീക്ഷയർപ്പിച്ചു. എന്നാൽ ആ വെളിച്ചം കണ്ടുപിടിച്ച പടയാളികൾ അതും അടച്ചു. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് ഈശ്വരൻ എൻ്റെ ഉള്ളിൽ ഒരു വിളക്കായി തെളിഞ്ഞു. ആ വിളക്കിൻ്റെ മഹത്വം അറിയാതെ അതിനെ തട്ടിത്തെറിപ്പിക്കാൻ പലതും ചെയ്തു. പക്ഷേ ഓരോ പ്രാവശ്യവും അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴും അത് ആളിക്കത്തിത്തുടങ്ങി. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ആ വിളക്കിൻ്റെ പ്രകാശം ഇല്ലാതാക്കാൻ ഈശ്വരന് മാത്രമേ കഴിയൂ എന്ന്. കാരണം അത് ഈശ്വരൻ നൽകിയ വെളിച്ചമാണ്. അത് അണയാതെ സൂക്ഷിക്കാൻ ഞാനിപ്പോൾ ബാധ്യസ്ഥയാണ്. എത്ര വലിയ കാറും പേമാരിയും വെള്ളപ്പൊക്കവും വന്നാലും ആ ദീപത്തെ അണയ്ക്കുവാൻ ഈശ്വരൻ അനുവദിക്കുകയില്ല. ആ പ്രകാശം എൻ്റെ മരണത്തോടെ മാത്രമേ ഇല്ലാതാവൂ. ഇത്രയാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇതെന്താണ്, എപ്പോഴാണ്, എന്ത് സന്ദർഭത്തിലാണ് ഇങ്ങനെയൊക്കെ എഴുതിയതെന്ന് ഇപ്പോഴെന്നോട് ചോദിച്ചാൽ അറിയില്ല. കാരണം 15/10/25 10 വർഷം മുമ്പ് ഞാൻ എഴുതി വെച്ചതാണ്. അപ്പോൾ എന്തോ ചിലപ്പോൾ എനിക്ക് ആ ഒരു സാഹിത്യപരമായ ഇത് വന്ന് ഒരു തുടക്കമാവട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. എൻ്റെ മനസ്സിലിങ്ങനെ എന്തെങ്കിലും ചിലപ്പം കവിത അങ്ങനെ ഓരോന്ന് എഴുതി വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്തോ എഴുതി വെച്ചതാണ് ഇതെന്ന് എനിക്ക് തോന്നി. വായിച്ചപ്പോൾ ഒരു രസം തോന്നി, എന്തൊക്കെയോ ഒന്ന് ടച്ച് ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ എന്നും കരുതി. ഓക്കെ.